ഈ പ്രാവശ്യം തന്നെ പല ഏജൻസികളും 85 വരെ സീറ്റ്, പരമാവധി 90 വരെ സീറ്റാണ് ആക്സിസ് ഇന്ത്യ വരെ കൊടുത്തത്. മറുഭാഗത്താണെങ്കിൽ LDFന്റെ സാധ്യതകൾ നമ്മുടെ നാട്ടിലെ ചാനലുകൾക്ക് വേണ്ടി നടത്തിയ സർവേ ടീമുകൾ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബോധ്യമായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും കൂടിയ നമ്പർ ഇട്ടത് ഇടതിന് വലിയ രീതിയിൽ സ്വീകാര്യതയുള്ള കുറേയേറെ മണ്ഡലങ്ങളുള്ളപ്പോൾ നീ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്തതെന്ന് ഏറെ അടുപ്പമുള്ള കുറേയേറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബോധ്യം അത് തന്നെയായിരുന്നു. ആ ബോധ്യത്തിൽ തന്നെ നമ്പറുകൾ അവസാനിച്ചു എന്നുള്ളത് ഈ ഒരു മേഖലയിൽ ഇടപെടുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായ സന്തോഷമുണ്ടായിരുന്നു. ഇടതിൻ്റെ കോർ വോട്ട് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപരമായ ഗ്രാഫിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് അതിനപ്പുറം വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇടതിൻ്റെ വോട്ടുകൾ ചോർത്തുമെന്നും ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പരിപൂർണമായി റിവേഴ്സ് സ്വീപ്പിലേക്ക് UDF പോകുമെന്നും, അത് 2001 ഇതുപോലെ വലിയ രീതിയിൽ UDF ഒരു എഡ്ജ് കിട്ടിയത്. അതിനുശേഷം പിണറായി വിജയൻ്റെ കൂടെ ഒരു ബാലകൃഷ്ണൻ്റെ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരിധിവരെ ആ വോട്ട് ബാങ്കിനെ. പക്ഷെ അത് ഈ പ്രാവശ്യം തിരിച്ചു പോകുമെന്നുള്ള സൂചനകൾ എനിക്കുണ്ടായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഇലക്ഷൻ ഒരു എഫേർട്ടില്ല. അത് നമ്മൾ ദൈനംദിനം അതുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അതർ സ്റ്റേറ്റ് വരുമ്പോൾ ഞാൻ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത്. പല സ്റ്റേറ്റുകളുണ്ടായിരുന്നു, ഡൽഹി ഉണ്ടായിരുന്നു, രാജസ്ഥാൻ, തെലുങ്കാന, കർണാടക, ആ തെരഞ്ഞെടുപ്പുകളൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിയ എഫേർട്ട് എടുക്കണം. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ ഏജൻസികൾ ആ രീതിയിലാണ്. പക്ഷേ ഈ സർവേ ടീം നടത്തുമ്പോൾ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അത് നമ്മളിപ്പം അതിന് ലീഡ് ചെയ്താലും അവർ കുറേ ആളുകളെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് ഇതിന് മാനദണ്ഡമാവും. അവർ കൃത്യമായി നമ്മൾ പറയുന്ന ഇടങ്ങളിൽ പോയിട്ട് സാമ്പിൾ എടുക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പ്രയാസമുള്ളതാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൃത്യത എന്ന് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളാണ്, ഞാൻ കണ്ടെത്തുന്ന ഫൈൻഡിങ്സ് ആണ്. മറ്റുള്ളതാവും അതിൻ്റെതായ റിസ്ക് കൂടി എന്നിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തായിട്ട്, അവരൊരു സഹകരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെന്താ അതിൻ്റെ ഒരു പുരോഗതി ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ രീതിയിൽ ഒരു അനീതി ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേരുതെന്നുള്ളത് കൊണ്ട് വോട്ടിംഗ് കഴിഞ്ഞ് 5 മണി 6 മണിക്ക് ശേഷമേ ഞാൻ പുറത്തു വിടാറുള്ളൂ. അതിന് മുമ്പുള്ള ആ രീതിയിലുള്ള നമ്പർ പലരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് വലിയ താല്പര്യം ഉണ്ടാവും, സുഹൃത്തുക്കളായിട്ട് സോഷ്യൽ മീഡിയയിലും പേഴ്സണൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക്. പക്ഷേ അതിലൊരു അനീതിയുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു വലിയ രീതിയിൽ ഉള്ള ആൾ എന്നുള്ളതല്ല, ഏതെങ്കിലും രീതിയിൽ ഒരു മനുഷ്യനെ പോലും സ്വാധീനിക്കരുത് എന്നുള്ള ജനാധിപത്യ ബോധ്യം എന്നിലുള്ളത് കൊണ്ട് ഞാൻ ആ തരത്തിൽ ഒരു ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ചെയ്യാൻ താല്പര്യം കാണിച്ച് നമ്മളെ സമീപിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ. പക്ഷേ അതിൽ വലിയ അനീതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വാധീനിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ തോൽക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പ്രത്യേകിച്ച് സൈബർ ലോകത്ത് നമ്മൾ ആ രീതിയിൽ കാണും. പക്ഷെ അത് അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത്.